ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ റിയൽ റിവ്യൂസ് വിത്ത് ഹിതാകിരൺ. ഇന്നത്തെ എൻ്റെ വീഡിയോ ഫോൾഡബിൾ സ്റ്റോറേജ് ബോക്സ് കം സീഡ് സ്റ്റൂളിൻ്റെ അൺബോക്സിങ്ങും ഫിക്സിങ്ങും റിവ്യൂവും എല്ലാം ചേർന്നതാണ്. ഓൺലൈനായിട്ടാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തത്. ഫ്രൂട്ട്സിൻ്റെ ഡിസൈനാണ് എന്നെ ഈ ഒരു പ്രോഡക്റ്റിലേക്ക് അട്രാക്റ്റ് ചെയ്ത ഏറ്റവും നല്ലൊരു ഫീച്ചർ. 3 സെപ്പറേറ്റ് പീസസ് ആയിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് കിട്ടുക. അതിനുശേഷം നമുക്കത് അസംബിൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഏതൊരാൾക്കും ഒരു കൺഫ്യൂഷനും കൂടാതെ വളരെ ഈസിയായി അസംബിൾ ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു വീഡിയോ അതിനായി നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. ഹാർഡായിട്ടുള്ള കാർഡ്ബോർഡ് ഉപയോഗിച്ചിട്ടാണ് ഈ സ്റ്റോറേജ് ബോക്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോഡ് ക്യാരി ചെയ്യാനായിട്ട് പറ്റും. സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള വെൽവെറ്റ് കൊണ്ട് ഈ കാർഡ്ബോർഡ് കവർ ചെയ്തിട്ടുണ്ട്. സീറ്റിൻ്റെ ഭാഗത്ത് സ്പോഞ്ച് വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഇരിക്കുമ്പോൾ നല്ലൊരു കുഷ്യൻ എഫക്റ്റ് നമുക്ക് ഫീൽ ചെയ്യും. കയറി നിന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഉണ്ടായ റിസൾട്ട് ഞാൻ പിന്നീട് ഈ വീഡിയോയിൽ പറയാം. ഇരിക്കാൻ നല്ല കംഫർട്ടാണ്. സൈഡിലും മുകളിലും നല്ല സ്ട്രോങ് ആണ് എന്നുള്ളത് അവിടെ തട്ടുമ്പോഴുള്ള ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. നല്ല ലൈറ്റ് വെയ്റ്റും കോമ്പാക്റ്റുമായ ഡിസൈനാണ്. ക്വിക്കായിട്ട് അസംബിൾ ചെയ്യാൻ പറ്റുന്നത് പോലെ തന്നെ 1 മിനിറ്റിൽ താഴെ സമയം കൊണ്ട് നമുക്ക് തിരിച്ചു മടക്കി ആവശ്യം കഴിഞ്ഞാൽ എടുത്തു വയ്ക്കാം. ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ക്യാരി ചെയ്യാനും എളുപ്പമാണ്. സുഖപ്രദമായിട്ടുള്ള ഇരിപ്പിടമായും കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ ഇടാനും സോക്സുകൾ, മാഗസീനുകൾ, വസ്ത്രങ്ങൾ, CD മുതലായവ ഇടാനുമുള്ള സ്റ്റോറേജ് ബോക്സായും ഇത് നമുക്ക് യൂസ് ചെയ്യാം. മൾട്ടി ഫങ്ഷണൽ ആയതുകൊണ്ട് തന്നെ ലിവിംഗ് റൂം, ബെഡ്റൂം, ബെഡിൻ്റെ സൈഡിൽ ഉപയോഗിക്കുന്ന ടേബിൾ, ഫൂട്രസ് സ്റ്റൂൾ എന്നിവയ്ക്കെല്ലാം അനുയോജ്യമാണ്. ഈ സ്റ്റോറേജ് ബോക്സിൻ്റെ ബേസിൽ വെക്കുന്ന പീസിൽ ഒരു ചെറിയ എക്സ്റ്റൻഷൻ ഉണ്ട്. അത് മുകളിലോട്ട് വരുന്ന രീതിയിൽ വേണം വെക്കാൻ. എങ്കിലാണ് തിരിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് എളുപ്പമാവുകയുള്ളൂ. ആ എക്സ്റ്റൻഷനിൽ പിടിച്ച് മുകളിലോട്ട് വലിച്ചാൽ ഈസി ആയിട്ട് പുറത്തു വരും. കയറി നിന്നതിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, പിന്നീട് പറയാമെന്ന്. എന്താണെന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം നിന്നപ്പോൾ പ്രശ്നം ഉണ്ടായില്ല. പിന്നീട് പെട്ടെന്ന് കയറി നിന്നപ്പോൾ കാർഡ്ബോർഡുള്ള ആ സൈഡ് പോർഷൻ ഉണ്ടല്ലോ, അത് ഒടിഞ്ഞുപോയി. അതുകൊണ്ട് തന്നെ കയറി നിൽക്കാനായിട്ട് ശ്രമിക്കരുത്. ഇരുന്നപ്പോൾ ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. 6 മന്ത്സോളം യൂസ് ചെയ്ത് നോക്കിയിട്ടാണ് ഞാൻ ഈ റിവ്യൂ പറയുന്നത്. എന്നിരുന്നാലും ഒരു 55 kg മുകളിലുള്ള വെയിറ്റ് താങ്ങാൻ പറ്റുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. പിക്നിക്കിനൊക്കെ പോകുന്ന സമയത്ത് സാധനങ്ങൾ സ്റ്റോർ ചെയ്തിട്ട് വെക്കാൻ വേണ്ടിയിട്ട് സ്റ്റോറേജ് ബോക്സ് ആയിട്ടും യൂസ് ചെയ്യാം. പുറത്തിരുന്ന് ഫുഡ് കഴിക്കുന്ന സമയത്ത് നമുക്കിരിക്കുന്ന സ്റ്റൂളായിട്ടും ഇത് യൂസ് ചെയ്യാം. അങ്ങനെ ഒരു യൂസ് ഉണ്ടായിരുന്നു കേട്ടോ. കിവി, ലെമൺ, ഓറഞ്ച്, പൈനാപ്പിൾ, വാട്ടർമെലൺ, ട്രീ എന്നിങ്ങനെയുള്ള ഡിസൈൻസ് അവൈലബിൾ ആയിരുന്നു. എല്ലാം ഒരുമിച്ച് കിട്ടിയിരുന്നില്ല. ഓരോന്നും സെപ്പറേറ്റ് ആയിട്ടാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. ഡിസൈനുകളിൽ വ്യത്യസ്തത ഉണ്ടെങ്കിലും എല്ലാം അസംബിൾ ചെയ്യുന്നത് ഒരുപോലെയാണ്. പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഈ ഒരു പ്രോഡക്റ്റ് ഡിഫറെൻറ്റ് ബ്രാൻഡുകളിൽ തന്നെ ഡിഫറെൻറ്റ് റേറ്റ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ ചാനൽ ഇതുവരെ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യണം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.